ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് ഉലർത്തിയതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാനെടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് തേങ്ങ ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്കിടാം. ചൂടായിട്ടുണ്ട്, മതി. ഇത് നന്നായിട്ട് ഒരുമാതിരി മൂപ്പാകുമ്പോൾ കോരി മാറ്റാം. നമുക്ക് ഈ കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ. കോരി കറിവേപ്പിലിടാം കേട്ടോ. മൂന്ന് മുളക് വട്ടരിഞ്ഞ് വെച്ചേക്കണം, വട്ടം പൊട്ടിച്ച് വെച്ചേക്കണം കേട്ടോ. അതിടാം 3 എണ്ണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഉള്ളി മുളക് ഇടിച്ച് വെച്ചത് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിടാം കേട്ടോ. ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇടാൻ പോകണ്ട. ദേ 2 പച്ചമുളകാണ് കേട്ടോ. എല്ലാത്തിലും നല്ല എരിവുള്ളതുകൊണ്ട് പച്ചമുളകൊന്നും അത് എടുത്തിട്ടില്ല. 2 പച്ചമുളക്. നമുക്ക് ഉള്ളിയുടെ അതിലേക്ക് ഇട്ടാ. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, കൊച്ചുള്ളി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. എടുക്കാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇടാം കേട്ടോ. അതിൽ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, അര കിലോ ബീഫാണത്. നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ലേശം മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂട്ടി തിരുമ്മി വേവിച്ച് വെച്ചതാണ് കേട്ടത്. ഇതിലേക്കിടാം. ഇപ്പോൾ വറ്റി എല്ലാം കറക്റ്റ് ശരിയായിട്ടുണ്ട് കേട്ടോ. അതിനി നമുക്ക് ലേശം കുരുമുളക് പൊടിയും ഇത്തിരി കോളിടണുള്ളൂ, കുറച്ചിട്ടാൽ മതി കേട്ടോ. വേണ്ട, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഈ മസാല പൊടിച്ച് വെച്ചതാണ് കണ്ട. ഇതിടാം കുറച്ച്. മസാലയൊക്കെ ഇട്ട് വേവിച്ചതാണ്, എന്നാലും ഇത്തിരി മസാലയും കൂടി അങ്ങ് ഇടാം. ഒരു മണം കിട്ടും, നല്ലൊരു മണം കിട്ടും.
ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്യാം. രണ്ട് തവണ കൊത്തമല്ലി മല്ലിയല്ലേ. ഇത് പാകമായി. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. രണ്ട് കഷ്ണം ബ്രെഡ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഒന്ന് കുറച്ചെടുത്ത് സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇത് ബീഫ് മാത്രമായിട്ടോ ചോറിൽ കൂട്ടിയോ ചപ്പാത്തി കൂട്ടിയോ ബ്രെഡിൽ കൂട്ടിയോ എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുട്ടി കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇതാ ഞാൻ ബീഫ് മാത്രം ഒരു കഷ്ണം എടുത്ത് കഴിച്ചോട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ കൊച്ചുള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റ് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിതേപോലെ ചെയ്ത് നോക്കാം. ഇനി പുതിയ വിഭവമായി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.